ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയുന്നത് പോലെ RSS സംഘപരിവാർ പല പേരിലാണ്, വേറൊരു ഭാഗത്ത് ജമായത്തെ ഇസ്ലാമി, വേറൊരു ഭാഗത്ത് കാസ. ഈ മൂന്നും ഒരേ നിലപാട് സ്വീകരിക്കുന്നവരാണ്. വർഗീയത. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനതയും എനിക്കറിയാം വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. പക്ഷെ അവരാരും വർഗീയവാദികളല്ല. സാധാരണ വിശ്വാസി വർഗീയവാദിയല്ല. വർഗീയവാദം എന്ന് പറയുന്നത് രാജ്യാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിന് ജാതിയെയും മതത്തെയും വിശ്വാസത്തെയും ഒക്കെ ഉപയോഗിക്കുന്ന, അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന, ചവിട്ടുപടിയായി ഉപയോഗിക്കുന്ന പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്നവരെ വർഗീയവാദികൾ എന്നാ പറയുക. ഞങ്ങൾ ഈ ജാഥയിലുടനീളം പറയുന്നത് ഈ വർഗീയവാദികളെ പ്രതിരോധിക്കാനുള്ള ചുമതല വിശ്വാസി സമൂഹം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മനുഷ്യ സമൂഹത്തിനുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, ഇതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത്, കഴിവ് വിശ്വാസികൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനാധിപത്യ ശക്തികൾക്കുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് കരുതിയിരിക്കണമെന്നാണ് ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വേറൊരു ജാഥ ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്. പുറപ്പെടുന്നതിന്റെ മുമ്പ് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ലോകത്ത് സർട്ടിഫൈ ചെയ്ത ഒരേ ഒരു പാർട്ടി നേതൃത്വമേ ഉള്ളൂ. അത് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതേവരെ പറഞ്ഞിട്ടില്ല. അതിന്റെ ഒപ്പം ചേർന്നാണ് ലീഗ്. ലീഗ് എന്ത് വിട്ടുവീഴ്ച ചെയ്താലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് മാത്രമേ അവർക്കുള്ളൂ. ആരെ കൂട്ടിയാലും BJPക്ക് വോട്ട് പിടിച്ചവരാവര്. അതുകൊണ്ട് ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. UDF എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ കോലീബി സഖ്യം പറഞ്ഞിരുന്നു, കോൺഗ്രസ് ലീഗ് BJP സഖ്യം. ഇപ്രാവശ്യം കോലീബി സഖ്യത്തിന്റെ ഒപ്പം ജമായത്ത് ഇസ്ലാമി സഖ്യം കൂടിയാണ്. കോലീബി മാത്രമല്ല, ജമായത്തെ ഇസ്ലാമിക്ക് സർട്ടിഫൈ ചെയ്യാണ് ഇവർ വർഗീയവാദിയല്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതനായ ഒരു വ്യക്തി കാരക്കുന്ന്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എല്ലാ കാലത്തും മൗദൂദിന്റെ സിദ്ധാന്തമനുസരിച്ച് രാജ്യം ഇസ്ലാമിക രാജ്യമാവണം എന്ന് തത്വത്തിൽ അംഗീകരിക്കുന്നവരാണ്. ആരാ പറയുന്നത്? ജമായത്തെ ഇസ്ലാമിയുടെ ആശയവ്യക്തതയുള്ള നേതാവ് VD സതീശൻ പറയുന്നു അവർ വർഗീയവാദികളല്ല. പിന്നെ കളവങ്ങനെ അടിച്ചു വിടുകയാണ്. ഞങ്ങളെപ്പറ്റി പറയുന്നത് 42 വർഷമായിട്ട് CPIM ഇവരോടൊപ്പം ചേർന്നാണ്. ഒരു ദിവസം പോലും ഞങ്ങൾ ഇവരോടൊപ്പം ചേർന്നിട്ടില്ല. ഈ ജമായത്തെ ഇസ്ലാമി മുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് നിങ്ങൾക്കെല്ലാം അറിയാം. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വഭാവശുദ്ധിയുള്ള, തട്ടിപ്പാട്ടോ, സ്വഭാവശുദ്ധിയുള്ള നല്ല വ്യക്തിത്വമുള്ള ആളുകൾ അപ്പുറവും ഇപ്പുറവും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലുണ്ട്, ലീഗിലുണ്ട്, CPMലുണ്ട്, BJPയിലുണ്ട്, അങ്ങനെ പലതിലും ഉണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഞങ്ങൾ അവർക്ക് പിന്തുണ നൽകും. ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ്. ആ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി അവിടെയും ഇവിടെയും ലീഗിനും കോൺഗ്രസിനുമെല്ലാം വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവിടെ എവിടെയെങ്കിലുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് അതിനും ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, അവരെ ഏകപക്ഷീയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ ഇന്നേ വരെ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ഐക്യമുന്നണിയും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുകയുമില്ല എന്ന ഉറച്ച ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. കളവ് പറയുക. 42 കൊല്ലമായിട്ട് ഇവർ മുന്നണിയാണെന്നാണ് ഞങ്ങളെപ്പറ്റി പറയുന്നത്. എന്തും പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ സീസ്. അതിന്റെ നേതാവാണ് VD സതീശൻ. ഇന്ന് കളവ് പറഞ്ഞത് നാളെ അതേപോലെ ആവർത്തിക്കും, മറ്റന്നാൾ പറഞ്ഞ് തിരുത്തും. ഇമാതിരി കളവ് പറയുന്ന VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ പറ്റി വേറെ എന്താ പറയാ?